ടുമോറോ ഈസ് എ ഹോളിഡേ ഫോർ യു. ടൗണിലോ മറ്റെവിടെ വേണമെങ്കിലും പോവാം. പക്ഷേ ഒരു തരത്തിലുള്ള കംപ്ലൈൻസും എനിക്ക് കേൾക്കാൻ ഇടവരരുത്. ഹാവ് എ ഗുഡ് ടൈം. ഇരുന്നിരുന്ന ഒരു ദിവസം കിട്ടിയതാ. അബ്ദുൾ സാർ നീ ഓടിക്കോ. എന്നാ ആ ജീപ്പ് എടുക്ക്. വളയ്ക്കാൻ പറ്റിയ ഒരുത്തേയും കാണുന്നില്ലല്ലോ. തണുപ്പല്ലേ, വളച്ച ഓടിച്ചു. അയ്യോ നോക്ക്, ഇവൾ വളയുന്ന ലക്ഷണമുണ്ട്. ചെല്ല് ചെല്ല്, ചെന്ന് തള്ളി നോക്ക്. ഒന്ന് നോക്കട്ടളിയാ. നീ ധൈര്യമായിട്ടല്ലേ, ഞാൻ ഇവിടെ ഇല്ലേ? എന്റെ ദൈവമേ, കാശ്മീരികളുടെ അടിയും കൊള്ളണമല്ലോ. ഹലോ. Hello. What do you want? Nothing. Are you a Negro? No. I'm Malayali. But you look like Negro. Bloody fool. അയ്യേ കഷ്ടം. ബാംഗ്ലൂർ വെച്ച് ഇവൾ എന്റെ അടുത്ത് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞത്. അല്ല ഞാനൊന്നും ചെയ്തിട്ടില്ലേ. അതെ ഞാനെന്തോ ചെയ്യാനാ? ഇവൻ താപ്പാനല്ലേ? അവസാനം കേസായി, വഴക്കായി, എന്ത് പറയാനാ? അങ്ങനെയാണ് ക്യാപ്റ്റൻ മിലിറ്ററിന്ന് ഔട്ടായത്. ഗുഡ് ഈവനിങ് ജെന്റിൽമെൻ. ഗുഡ് ഈവനിങ്. നിങ്ങളെല്ലാം ട്രെയിനിങ്ങിന് വന്ന പുതിയ ഓഫീസേഴ്സ് ആണല്ലേ? അതെ. ഞാനും നിങ്ങളുടെ ഒരു നാട്ടുകാരനാണ്, കുമാർ. ഹലോ. ഹലോ. ഇരിക്കൂ. നിങ്ങളുടെ ബ്രിഗേഡിയർ വർമ്മ എന്റെ ഒരു ഫ്രണ്ടാണ്. പരിചയപ്പെട്ട സ്ഥിതിക്ക് ഷാൽ ഐ ഓഫർ യു സം ഡ്രിങ്ക്സ്? No thanks. അല്ലെങ്കിൽ വേണ്ട, ഇനി ഒരിക്കലാവാം. അതുമല്ല, ഞാൻ ഡ്രിങ്ക്സ് വാങ്ങി തന്നു എന്നറിഞ്ഞാൽ ആ നായർ അതും പറഞ്ഞ് നിങ്ങളെ വരട്ടും. പക്ഷെ ബ്രിഗേഡിയർ വർമ്മ അറിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അതൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും. അങ്ങനെ എന്റെ സ്വന്തം ആളാ. ബൈ ദ ബൈ, നിങ്ങളുടെ ഇൻസ്ട്രക്ടർ ഉണ്ടല്ലോ നായർ സാബ്, പരിചയപ്പെട്ടില്ലേ? പരിചയപ്പെട്ടു. ആള് വളരെ മോശ, കള്ളുപിടിയൻ, പെണ്ണുപിടിയൻ. അവിടെ നിന്ന് കിട്ടുന്ന 3/4 ചക്രം കൊണ്ട് ഇതിന് വല്ലതും തികയോ? അതുകൊണ്ട് എന്റെ അടുത്ത് വന്ന് പൈസ ചോദിക്കും. ഞാൻ പൈസ കൊടുക്കില്ല. അല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? എനിക്കൊരു ആർമറി ഷോപ്പ് ഉണ്ട്, 7 സ്റ്റാർ സെക്യൂരിറ്റി എക്യുപ്മെന്റ്സ്. ഫാക്ടറി ഉണ്ട്. അല്ല ശനെ, അവിടെ പാറ്റന്റ് ടാങ്ക് ഉണ്ടോ? നമ്മളൊക്കെ ഒത്തു ശ്രമിച്ചാൽ അതുണ്ടാക്കാം. പറഞ്ഞല്ലോ താൻ അവിടെ നാട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ട് ഇപ്പൊ ശീലാവധി ചമയുന്നു. നിനക്കൊക്കെ ശമ്പളം തന്ന് തീറ്റു പോയിട്ട് എന്നെ വേണം പറയാൻ. ഇതിന്റെ ഉടമസ്ഥൻ ഞാനാ. എന്റെ ആഗ്രഹം നടന്നിട്ട് മതി ബാക്കിയൊക്കെ. തന്റെ പെങ്ങളല്ലേ, പറഞ്ഞ് മനസ്സിലായിക്കോട്. പെങ്ങളെന്ന് പറഞ്ഞ ആ വകയിലൊരു പെങ്ങളാ. പുതിയ ആളല്ലേ സാബ്, എല്ലാം ശരിപ്പെട്ടു വരും. സാബ് തൽക്കാലം ഡാൻസ് കാണണം. ഇവളുടെ കഥകളി കാണാനല്ല ഞാനിവിടെ വന്നത്. ഡാൻസ് കാണണമെങ്കിലേ ബോംബെയിലോ മദ്രാസിലോ പോയി എനിക്ക് പത്മാസുബ്രഹ്മണ്യത്തിന്റെ ഡാൻസ് കാണാം. ആ ദാ വരുന്നു ഒരുത്തൻ. ഇവനാണ് ഈ കുഴപ്പത്തിനൊക്കെ കാരണം. ഇവനെന്ന് പറഞ്ഞാ അവക്ക് പ്രേമമാ. അപ്പോ ഇവിടെ ഇവനാണ് വില്ലൻ. Keep your legs spread. Hold your gun steady. Straight. Properly, man. What are you doing? Lord! Fire!
എന്താ കുടരുന്നുണ്ടോ? Close your bloody mouth. Rishi. Yes, sir. Come on, jump. Abdul Salam. എന്റെ റബ്ബേ. Come on. Get up. Duck. Josh. Yes, sir. Come on. Jump. Siddiq. എനിക്ക് നീന്താൻ അറിയില്ല. Siddiq. Sir. Come on. Come on. അതാണ് എനിക്ക് നീന്താൻ അറിയില്ല സാർ. Come on. Get on this. എനിക്ക് നീന്താൻ അറിയില്ല സാർ. Get on this. അല്ലാ. Get on. കാക്കണ റബ്ബേ. പടച്ചോനെ. സാർ അവന് നീന്താൻ. Go back. I say go back. Come on, boys. Siddiq. Siddiq. Breathe. Come on. Siddiq. Come on. Siddiq. Siddiq. Are you all right? Yes, sir. Huh? Yes, sir. Are you all right? Come on. Yes, no problem. Go back. Siddiq. ഒരു വണ്ടിയും കാണുന്നില്ലല്ലോടി. ദാ ഒരു മിലിറ്ററി ജീപ്പ് വരുന്നുണ്ട്. നമുക്ക് ലിഫ്റ്റ് ചോദിച്ചു നോക്കാം. അളിയ കേട്ടണോ? ആ നായർ സാബാണോ അറിഞ്ഞാൽ? അങ്ങനെ എങ്ങനെ അറിയാൻ? എന്താ ഒരു ഡൗട്ട്? പേടിത്തൊണ്ടന്മാരാണെന്ന് തോന്നുന്നു. അളിയ വിട്ടുപോയേക്കാം. കാണാൻ കൊള്ളാവുന്ന രണ്ട് പെൺപിള്ളേരെ ലിഫ്റ്റ് ചോദിച്ചിട്ട് തരാത്ത ഇവന്മാർ എവിടുത്തുകാരാ? വരുന്നത് കാണണോ? എങ്ങനെ? വാ അളിയ, നമുക്ക് പോവാം. എന്തു പറ്റി? വണ്ടി ബാക്കിലോട്ട്. എന്റെ പൊന്നളിയ പ്രശ്നമുണ്ട്. അളിയ ചേർത്ത് നിർത്ത്. മതി മതി മതി. आप लोग स्पेशल आर्मड ट्रेनिंग्स है ना? जी हाँ. हमें भी उसी रास्ते पे जाना है. लिफ्ट देंगे? വിത്ത് പ്ലഷർ. थैंक यू. കണ്ടോടെ എന്തോന്ന്? രോമാഞ്ചം. അതെ അതെ, എനിക്കുണ്ട്. നിനക്കെന്തിന്? ഓ, അപ്പൊ നിനക്ക് മാത്രമേ ഉള്ളോ? ഒന്ന് പതുക്കെ പറ, അവര് കേൾക്കും. അല്ലടയാ, നമ്മളെന്തിനാ ചമ്മുന്നത്? മലയാളം കേട്ടിട്ട് അവർക്ക് എന്ത് പുല്ല് മനസ്സിലാവാനാ? അത് ശരിയാ. രണ്ടും പഞ്ചാബികളാണെന്ന് തോന്നുന്നു. ഈ ജാതി വിളഞ്ഞ സാധനങ്ങൾ അവിടെ കാണും. പോടാ, ആ ചുണ്ട് കണ്ടാൽ അറിഞ്ഞൂടെ? ബംഗാളികളാ.
വങ്കസുന്ദരികൾ. പോടാ വങ്ക. ഉം. വിളഞ്ഞ ഗോതമ്പിന്റെ നിറം, സൂര്യകാന്തി കണ്ണുകൾ, രവി, ചലം, ബിയാസ് നദികളുടെ പ്രശാന്തത. നാം ക്യാ ഹെ? പ്രഭ. പ്രഭ. അളിയ, ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് തന്നെ. ഇതല്ലാതെ മറ്റൊരു പേരും അവൾക്ക് ചേരില്ല. പ്രഭ, പ്രഭാമയി. तुम्हारा नाम क्या है? പാർവതി. പാർവതി, ശിവപാർവതി. മഞ്ഞു മൂടിയ മലകൾ, കൈലാസം, പ്രകൃതി പുരുഷ സംഗമം. അളിയ, കവിത വരുന്നളിയ. ഞാനിവളെ പാറു എന്ന് വിളിക്കും. അത് കൊള്ളാം. आप लोग आपस में बात करते ही रहेंगे या गाड़ी भी चलाएंगे? जरूर जरूर. Stop here. നിർത്തേ. Be careful. Thanks. See you. അല്ലേ ഇറങ്ങുന്നില്ലേ? ഇല്ല, ഇനി ഒരിക്കലാവാം. മലയാളം. അയ്യോ, എന്തു പറ്റി? ഒരു ചെറിയൊരു തലകറക്കം. ആളറിയാതെ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു. ക്ഷമിക്കണം. അതെ, ക്ഷമിക്കണം. ഓ, അതൊന്നും സാരമില്ല. എനിവേ, ഇറ്റ് വാസ് എ നൈസ് ജേണി. താങ്ക് യു. പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പ്രഭ, നിങ്ങളുടെ ബ്രിഗേഡിയർ സാബിന്റെ മകൾ. അയ്യോ, ബ്രിഗേഡിയർ സാബിനോട് പേടിക്കണ്ട, ഞാൻ ഡാഡിയോട് ഒന്നും പറയില്ല. ആ, ഇതെന്റെ കൂട്ടുകാരി പാർവതി. ഹലോ. ഹലോ. എന്റെ ചേട്ടനെ അറിയും, കുമാർ. 7 സ്റ്റാർ സെക്യൂരിറ്റി എക്യുപ്മെന്റ്സ്. ഓ, അറിയാം. നിങ്ങൾ ട്രെയിനീസ് ആണെന്ന് മനസ്സിലായി. ഞാൻ ആന്റണി. ഞാൻ ഇവൻ ഗോപാലൻ. കോവാലനോ? അല്ല, ഗോപകുമാർ. അതെ, അത് ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങളെല്ലാം ഗോപാല എന്നാ വിളിക്കുന്നത്. അല്ലേ അളിയാ? നിങ്ങളും അങ്ങനെ വിളിക്കുന്നതാണ് അവന് ഇഷ്ടം. ഓക്കെ ഓക്കെ. നീ എന്ത് മറ്റേടാ പറ കാണിച്ചത്? കാര്യം എന്താണെന്ന് പറ. എന്താ എന്താ പ്രശ്നം? കാര്യം എന്ത്? എടാ, നിന്നെ ഞാൻ എന്താ കാര്യം എന്ന് പറ. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളരെ കാണുമ്പം ഇവനൊരുമാതിരി തനി നസ്രാണിയുടെ സ്വഭാവ. നീ എന്തിനാ അവരോട് കോലാന്ന് പറഞ്ഞു? ഇതായിരുന്നോ കാര്യം? ഞാൻ ഗോപകുമാറല്ലേ? എന്നാലും പെമ്പിള്ളാരുടെ മുമ്പ് വെച്ച് നീ അവനെ കയറി കോവാല 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 വിളിച്ചത് മോശമായി പോയി. അതൊന്നും ശരിയാ. അളിയ ഗോപമാറെ, അളിയന്റെ ഗ്ലാമറിന്റെ മുമ്പിൽ എന്റെ ഇമേജ് രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ? ഇനി അങ്ങനെ വിളിക്കൂ? ഇല്ല ഇല്ല, തീർന്നില്ലേ പ്രശ്നം? ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ വഴക്കിട്ടാലോ? ഗോപ, ഇനി ആന്റണി പെണ്ണുങ്ങളുടെ മുമ്പ് വെച്ച് നിന്നെ കോവാലാന്ന് വിളിക്കത്തില്ല. എനിക്കറിയാം, അവന്റെ സ്വഭാവം നന്നായിട്ട് അളിയാ, അറിയാം. ഗോപാല. എടാ, ഉപ്പുമാങ്ങ നസ്രാണി, നിന്നെ ഞാൻ തോറ്റ്